ഒരിക്കലും ഒരു മദർ എന്നോട് ചോദിച്ച ചോദ്യമാണ്. എൻ്റെ ഹസ്ബൻഡ് അബ്രോഡിൽ ജോബിന് വേണ്ടി പോവാണ്. പക്ഷേ എന്നെ കൂടെ കൊണ്ടുപോകാൻ തയ്യാറല്ല. അവൻ പറയുന്നത്, "നീ എൻ്റെ നാട്ടിൽ നിന്ന് എൻ്റെ പാരൻസിനെ നോക്കിയാൽ മതി. എനിക്കാണെങ്കിൽ ഹസ്ബൻഡ് ഇല്ലാതെ നിൽക്കാനും താല്പര്യമില്ല. ഞാൻ എന്ത് ചെയ്യണം?" സോ മൈ ഡിയർ, ഇവിടെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് എന്തായാലും ആസ് എ വൈഫ്, ആസ് എ വുമൻ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും, സ്വപ്നങ്ങളുണ്ടാവും. ഞാനും എൻ്റെ ഹസ്ബൻഡും ചേർന്നൊരു ലൈഫ് ബിൽഡ് ചെയ്യും, ഞങ്ങൾ ഒരുമിച്ച് നിൽക്കും, ഞങ്ങൾ തീരുമാനങ്ങളൊക്കെ ഒരുമിച്ചായിരിക്കും എടുക്കുക. പക്ഷെ അതിന് പകരം ഹസ്ബൻഡ് അബ്രോഡ് പോണു, വൈഫിനെ നാട്ടിൽ പാരൻസിൻ്റെ അടുത്ത് നിർത്തുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ നാച്ചുറലി നമുക്കൊരു ഹേർട്ട് ഫീൽ ആയിരിക്കും ആദ്യം വരിക. മാത്രമല്ല അവിടെ നിങ്ങൾക്ക് തോന്നും, അപ്പോൾ എൻ്റെ ലൈഫ് എന്തായി, എൻ്റെ സ്വപ്നം എന്തായി, ഞാനൊരു വൈഫാണോ അല്ലെങ്കിൽ വെറൊരു കെയർ ടേക്കറാണോ, എൻ്റെ ഫീലിങ്സ് എന്താ ആരും കൺസിഡർ ചെയ്യാത്തത്. ഈ സിറ്റുവേഷൻ നമ്മൾ കുറച്ച് ഡീപ്പറായിട്ട് മനസ്സിലാക്കാം. നമ്മുടെ ഈ കൾച്ചറിൽ എപ്പോഴും ഒരു എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവും. മരുമകളായിരിക്കണം ഹസ്ബൻഡിൻ്റെ പാരൻസിനെ നോക്കിക്കൊണ്ടിരിക്കേണ്ടത്. അതല്ലെങ്കിൽ ഭർത്താവ് പുറത്ത് പോയിട്ട് ഏൺ ചെയ്യുക, വൈഫ് വീട് മാനേജ് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യുക, ഫാമിലിക്ക് വേണ്ടി നമ്മൾ കുറച്ച് സാക്രിഫൈസ് ചെയ്യണം. ഇവിടെ സാക്രിഫൈസ് തെറ്റല്ല. പാരൻസിനെ നോക്കുന്നതും തെറ്റല്ല. ഫാമിലീൻ്റെ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നതൊന്നും തെറ്റല്ല. പക്ഷേ ഇവിടെ വലിയൊരു ചോദ്യമുണ്ട്. എൻ്റെ സമ്മതമില്ലാതെ, എൻ്റെ ഫീലിങ്സ് കേൾക്കാതെ എൻ്റെ ലൈഫ് ബാക്കിയുള്ളവർ തീരുമാനിക്കുന്നത് ശരിയാണോ? ആ ഒരു ചോദ്യം നമ്മുടെ ഉള്ളിൽ വരും. അതാണ് പ്രശ്നം. കാരണം റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ മാത്രം എടുക്കുന്ന ഒരു തീരുമാനത്തിൻ്റെ ബേസിസിൽ പോകുന്ന കാര്യമല്ല. മാരേജ് മീൻസ് പാർട്ട്ണർഷിപ്പ്. 2 പേരുടെയും ഫീലിങ്സും, നീഡ്സും, സ്വപ്നങ്ങളും, പേടികളും എല്ലാം ഡിസ്കഷനിൽ കൊണ്ടുവരേണ്ട കാര്യങ്ങളാണ്. ഇപ്പൊ നിങ്ങളുടെ ഹസ്ബൻഡ് പറയണത് എൻ്റെ പാരൻസിനെ കെയർ ചെയ്യണം നീ എന്നാണെങ്കിൽ, അതിൻ്റെ പിന്നിൽ ഹസ്ബൻഡിന് ഒരുപാട് കാരണങ്ങളുണ്ടാവും. ഒരുപക്ഷെ ഹസ്ബൻഡിന് പാരൻസിനോടുള്ള സ്നേഹമാവാം, റെസ്പോൺസിബിലിറ്റി ആവാം, ചിലപ്പോൾ പേടിയായിരിക്കും, ഞാൻ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എൻ്റെ ഫാമിലി മൊത്തം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അബ്രോഡ് പോയി കഴിഞ്ഞാൽ എൻ്റെ പാരൻസ് ഒറ്റയ്ക്കായി പോകും എന്നുള്ള പേടിയാവാം. ആ ഒരു ടെൻഷനിൽ നിന്ന് ആയിരിക്കാം പറയുന്നത്. പക്ഷെ അതോടൊപ്പം നിങ്ങളുടെ പെയിനും റിയലാണ്. നിങ്ങൾക്ക് അവനെ മിസ് ചെയ്യുന്നതും, നിങ്ങളുടെ ലോൺലിനെസ്സും, നിങ്ങൾക്കൊരു ട്രാപ്പായ പോലൊരു ഫീലും, ഇതൊക്കെ ട്രൂ ആണ്. ഇറ്റ്സ് ഓൾ റിയൽ. പക്ഷേ ഈ ഒരു ബിറ്റർനെസ് അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് ഉള്ളിൽ സഹിച്ചുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഇൻലോസിനെ നോക്കാൻ അല്ലെങ്കിൽ നാട്ടിൽ നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യുന്ന കാര്യങ്ങളൊന്നും സ്നേഹത്തോടു കൂടി ചെയ്യാൻ പറ്റൂല. ഇവിടെ ഭാര്യമാരെന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്താണെന്നറിയോ? നമുക്ക് ഹേർട്ട് ആവുന്ന സമയത്ത് പെട്ടെന്ന് ഫൈറ്റ് മോഡിലേക്ക് പോവുകയാണ്. "നീ എന്നെ കൊണ്ടുപോകണം. നിൻ്റെ പാരൻസിനെ നോക്കാൻ ഞാനൊരു സെർവൻ്റ് അല്ല. നിനക്ക് എന്നെക്കാൾ പാരൻസ് ആണോ ഇമ്പോർട്ടൻറ്റ്? നീ പോകുന്നുണ്ടെങ്കിൽ ഞാനും വരും" എന്ന് പറഞ്ഞ് നമ്മൾ നേരെ ഫൈറ്റ് മോഡിലേക്ക് പോകും. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പെയിൻ എത്ര ശരിയാണെങ്കിലും ശരി, കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ കൊണ്ട് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ, അതായത് നമ്മുടെ ഹസ്ബൻഡ് ഭയങ്കര ഡിഫെൻസീവ് ആവും. അവർ ചിന്തിക്കുക, എന്താ ഇവൾ എൻ്റെ പാരൻസിനെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല, ഇവൾക്ക് എൻ്റെ റെസ്പോൺസിബിലിറ്റി മനസ്സിലാവുന്നില്ല, ഇവളെല്ലാം സ്വന്തം കംഫർട്ട് മാത്രമാണ് നോക്കുന്നത്. ആ ഒരു ലെവലിൽ നിന്നാണ് കോൺവെർസേഷൻസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ അവിടെ നീയും നിൻ്റെ ഹസ്ബൻഡും ഓപ്പോസിറ്റ് സൈഡായി. പ്രോബ്ലം നടുവിലും നീ ഒരു സൈഡിലും ഹസ്ബൻഡ് മറ്റൊരു സൈഡിലും. പിന്നെ ഹസ്ബൻഡ് കൂടുതൽ കൺട്രോളിങ് ആവും. നിങ്ങൾക്ക് അതിനനുസരിച്ച് കൂടുതൽ ഹേർട്ട് ആവും. അവൻ വീണ്ടും വീണ്ടും നോ പറയും. നിങ്ങൾക്കത് പ്രഷറായിട്ടൊരു മാറും. പിന്നെ ഹി വിൽ കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ആൻഡ് നിങ്ങൾ പിന്നെ സങ്കടമായി, ഇമോഷൻസായി, കരച്ചിലായി അങ്ങനെയാവും. ഫൈനലി 2 ആൾക്കാർക്കും ഫീൽ ചെയ്യുന്നത് ഇവൻ എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് നിങ്ങൾക്കും, ഇവൾ എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് അവനും ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് വിന്നിങ് ആർഗ്യുമെൻ്റ് അല്ല ഇമ്പോർട്ടൻറ്റ്, വിന്നിങ് കണക്ഷനാണ് ഇമ്പോർട്ടൻറ്റ്. ഇവിടെ നിങ്ങൾക്ക് ഞാനൊരു ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റ് മനസ്സിലാക്കി തരാം, വിച്ച് ഈസ് കോൾഡ് സീഡിങ്. സീഡിങ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു ഐഡിയ അല്ലെങ്കിൽ നമ്മളൊരു കാര്യം പറഞ്ഞു ഉടനെ തന്നെ അതിൻ്റെ ആൻസർ ആ രീതിയിലായി മാറണം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യരുത്. നമ്മളൊരു വിത്ത് മണ്ണിലിടുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? അടുത്ത സെക്കൻഡിൽ തന്നെ അതൊരു മരമായിട്ട് വരുമോ? ഇല്ല. അതിനാദ്യം വെള്ളം കൊടുക്കണം, അതിന് സമയം കൊടുക്കണം, പ്രോപ്പർ സൺലൈറ്റ് കൊടുക്കണം. ക്ഷമയോടുകൂടി നമ്മൾ കാത്തിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അതിൻ്റെ ടൈം ആകുമ്പം മരമായിട്ട് വരും. അതുപോലെ തന്നെ നമ്മളെ റിലേഷൻഷിപ്പിലെ കോൺവെർസേഷനിലും ഈ ഐഡിയ യൂസ് ചെയ്യാം. നമ്മൾ ഹസ്ബൻഡിനോട് ആദ്യമായിട്ട് നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ നോ പറയാം. സെക്കൻഡ് ടൈം പറയുമ്പോഴും ചിലപ്പം നോ ആയിരിക്കാം ആൻസർ. ബട്ട് ദാറ്റ് ഡസ് നോട്ട് മീൻ ദ ഡോർ ഈസ് ക്ലോസ് ഫോർ എവർ. ചിലപ്പോൾ ഒരു യെസ് കിട്ടുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് നോ കേൾക്കേണ്ടി വരും. പക്ഷെ ആ നോ കേൾക്കുമ്പോൾ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോകരുത്. സപ്പോസ് നിങ്ങൾക്ക് ഹസ്ബൻഡിനോട് പറയാം, "എനിക്ക് നിൻ്റെ പാരൻസിന് നല്ല റെസ്പെക്റ്റ് ഒക്കെ ഉണ്ട്.
എനിക്ക് അവരെ നോക്കാനും താല്പര്യമുണ്ട്. പക്ഷേ നീ ഫുൾ ടൈം എന്നെ ഇങ്ങനെ ഇട്ടേച്ച് പോകുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ലോൺലി ആയ പോലെയും ഞാൻ ഇമോഷണലി സ്റ്റക്ക് ആയ പോലെയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ഒരു ലെവലിൽ ഇത്ര ബുദ്ധിമുട്ടുള്ളിൽ ഫീൽ ചെയ്തിട്ട് അല്ലെങ്കിൽ സപ്രസ് ചെയ്ത് സഹിച്ച് നിൽക്കുന്ന സമയത്ത് എനിക്ക് അവരെ സന്തോഷത്തോടു കൂടി ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ സന്തോഷത്തോടു കൂടി പരിഗണിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമുക്ക് രണ്ടാൾക്കും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഏരിയ അല്ലെങ്കിൽ നമുക്ക് രണ്ടാൾക്കും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷനിലേക്ക് എത്തിയാലോ? എത്ര ഡിഫറൻസ് ഉണ്ട് ഇങ്ങനെ പറയുന്ന സമയത്ത്. ഇവിടെ നിങ്ങൾ പറയണത് ഞാൻ നിൻ്റെ പാരൻസിനെ നോക്കില്ല എന്നല്ല. ഞാൻ നോക്കാം, പക്ഷെ എൻ്റെ ഇമോഷണൽ ഹെൽത്ത് കൂടി നീ കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ്. അവിടുന്നും നമുക്ക് പോയിട്ട് കോംപ്രമൈസ് ഓപ്ഷൻസ് പറയാം. നിങ്ങളൊരു 6 മാസം അബ്രോഡ് നിൽക്കുകയാണെങ്കിൽ ഒരു 2 മാസം എന്നെ കൊണ്ടുപോകുമോ? അല്ലെങ്കിൽ ആദ്യത്തെ 2 മാസം ഞാൻ ഇവിടെ നിന്നിട്ട് പാരൻസിനെ സെറ്റിൽ ചെയ്തിട്ട് പിന്നെ ഞാൻ നിൻ്റെ അടുത്തേക്ക് വരുന്നത് ഓക്കെയാണോ? അല്ലെങ്കിൽ വർഷത്തിലൊരു 2 തവണയെങ്കിലും നീ വിസിറ്റ് ചെയ്യാൻ വേണ്ടി നാട്ടിലേക്ക് വരുമോ? നിൻ്റെ പാരൻസിനെ നോക്കുന്നതിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം. പക്ഷേ ഈ സമയത്ത് ഞാൻ ഈ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ സ്റ്റഡീസ്, എൻ്റെ പേഴ്സണൽ ഗ്രോത്ത് അതിനെ കംപ്ലീറ്റ്ലി സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? ദിറ്റ് ഈസ് നെഗോസിയേഷൻ. നെഗോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഡിമാൻഡ് ചെയ്യുന്നു എന്നല്ല. നിങ്ങൾക്ക് 2 പേർക്കും ഓക്കെ ആയിട്ടുള്ളൊരു സൊല്യൂഷനിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മളൊരു കാര്യം ഓർക്കണം. ചിലപ്പോഴൊക്കെ നമ്മൾ പറയുന്നത് എല്ലാം ഞാൻ പറയുന്ന പോലെ നടക്കണം എന്നുള്ള രീതിയിലായിരിക്കാം. പക്ഷേ റിലേഷൻഷിപ്പിൽ എല്ലാ സമയത്തും ഈ ഐഡൻറ്റിറ്റി വർക്ക് ചെയ്യില്ല. അതേപോലെ ഹസ്ബൻഡിനും ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ നടക്കണം എന്ന് പറയാൻ പറ്റില്ല. കാരണം മാരേജ് എന്ന് പറഞ്ഞാൽ അവിടെ ഹൗ ക്യാൻ വി മേക്ക് ദിസ് വർക്ക് ഫോർ ബോത്ത് ഓഫ് അസ് എന്നുള്ളതാണ്. നിങ്ങൾ ഹസ്ബൻഡിനെ ഒരു എനിമി ആക്കിയിട്ടാണ് കോൺവെർസേഷൻ തുടങ്ങുന്നതെങ്കിൽ അവൻ കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആവും. നിങ്ങൾ ഹസ്ബൻഡിനെ ഒരു ടീംമേറ്റ് ആക്കിയിട്ടാണ് ആ കോൺവെർസേഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഹസ്ബൻഡ് ചിന്തിക്കാൻ തുടങ്ങും. അപ്പോൾ ഹസ്ബൻഡിനോട് പറയാം, ഞാൻ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് അല്ല, ഞാൻ നിങ്ങളുടെ കൂടെയാണ്. എനിക്കും പക്ഷേ പെയിൻ ഉണ്ട്. ഈ ഒരു പ്രോബ്ലത്തിനെ നമുക്ക് ഒരുമിച്ച് സോൾവ് ചെയ്യാവോ? ഈ ഒരു വൺ സെൻറ്റൻസ് ഇറ്റ് സെൽഫ് ഈസ് പവർഫുൾ. അതുകൊണ്ട് ഇവിടെ നിങ്ങളെ കേൾക്കാതെ, നിങ്ങളെ ഇൻക്ലൂഡ് ചെയ്യാതെ നിങ്ങളുടെ ലൈഫിൻ്റെ ഡിസിഷൻസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഹേർട്ട് ആവുന്നുണ്ട്, നിങ്ങൾക്ക് ഭയങ്കര മനപ്രയാസം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഫൈറ്റ് ചെയ്യാതെ സീഡിങ് സ്റ്റാർട്ട് ചെയ്യുക. കാം കമ്മ്യൂണിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. ഹസ്ബൻഡിനെ ഒരു പ്രോബ്ലം ആക്കി ഓപ്പോസിറ്റ് സൈഡിൽ നിർത്താതെ നിങ്ങളുടെ ടീമിലേക്ക് കൊണ്ടുവരാം. റിലേഷൻഷിപ്പിൽ പ്രോബ്ലം ഇല്ലാതിരിക്കുക എന്നുള്ളതല്ല ഒരു സക്സസ്. പ്രോബ്ലം വന്നാൽ അതിനെ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് സക്സസ്. നിങ്ങൾ കാമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഹസ്ബൻഡ് മാറുമോ ഇല്ലേ എന്നുള്ളത് എനിക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഗ്നിറ്റി, നിങ്ങളുടെ സമാധാനം, നിങ്ങളുടെ ക്ലാരിറ്റി ഇതൊന്നും നഷ്ടപ്പെടാതെ നിങ്ങളെക്കൊണ്ട് സംസാരിക്കാൻ പറ്റും. കാരണം കമ്മ്യൂണിക്കേഷൻ ശരിയായാൽ പല അടഞ്ഞു കിടക്കുന്ന ഡോറും നമ്മുടെ മുന്നിൽ ഓപ്പൺ ആവും. ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പ്, മാരേജ്, കമ്മ്യൂണിക്കേഷൻ, ഇമോഷണൽ ഇൻഡിപെൻഡൻസ് ടോപ്പിക്സിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഓർക്കുക, നിങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഓക്കെയാണ്. പക്ഷേ നിങ്ങളെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് സാക്രിഫൈസ് ചെയ്യണമെന്നില്ല. നിങ്ങൾ പാരൻസിനെ സ്നേഹിക്കുന്നതും ഇൻലോസിനെ സ്നേഹിക്കുന്നതും ഒക്കെ ഓക്കെയാണ് എന്ന് വെച്ച് നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യണമെന്നില്ല. നിങ്ങളുടെ ഹസ്ബൻഡിനെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം. പക്ഷേ സപ്പോർട്ടിൻ്റെ പേരിൽ നിങ്ങളെ ഫുള്ളി സൈലൻ്റ് ആക്കരുത്. Because a peaceful woman can build a peaceful home. But for that, her voice also should have space in that home. So, love you, my dear mother. See you in the next video.